തിരുവനന്തപുരം പോത്തങ്കോട് ലൊക്കേഷനിൽ 5 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും കിച്ചൺ കൂടാതെ ഇൻബിൽട്ട് ആയിട്ട് വർക്ക് ഏരിയ വരുന്ന 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന കിണറുള്ള വീട് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 85 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നൽകിയിട്ടുണ്ട്. അതിൻ്റെ പുറകിലേക്ക് സ്പേസ് ഉണ്ട്. എല്ലാം വാസ്തുപ്രകാരം ചെയ്തിരിക്കുന്നത്. പിന്നെ മുറ്റം മുഴുവനായിട്ട് ഇന്റർലോക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ സിറ്റൗട്ടിലേക്ക് വരാം. ഇവിടെ സ്റ്റെപ്പ് ട്രെഡ് എല്ലാം ഗ്രാനൈറ്റായി യൂസ് ചെയ്തിരിക്കുന്ന റൈസർ ടൈലുമാണ്. ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ വിൻഡോയും കൂടാതെ കഥകും കട്ടളയും എല്ലാം പ്ലാവിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഡബിൾ ഡോർ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. ഈ വീടിൻ്റെ ലിവിംഗ് ഏരിയ ഇവിടെ ആയിട്ട് 4x2 സൈസുള്ള ഇലക്ട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മുകളിൽ സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്, ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം, വേറെ കളറിലേക്ക് മാറ്റണമെങ്കിൽ കസ്റ്റമൈസ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ വേറെ കളറിലേക്ക് ചേഞ്ച് തരുന്നതാണ്. ഇവിടെ ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഒരു ഗോൾഡൻ സ്ട്രിപ്പ് കൊടുത്തുള്ള പാനൽ ചെയ്തുള്ള ടി വി യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. വലിയ ടി വി യൂണിറ്റാണ്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ആയിട്ട് 3 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സർഫസ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഒരു ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 4x2 സൈസുള്ള ഇലക്ട്രിഫൈഡ് ടൈലാണ്. ഇവിടെ ആയിട്ട് വാഷിംഗ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. സെറയുടെ ഫിറ്റിംഗ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ടച്ച് ചെയ്തുകൊണ്ട് കളർ ചേഞ്ച് ആവുന്ന മിറർ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. എല്ലാം WPC യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ട് ഒരു ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. ആ ടെക്സ്ചർ ഇതുപോലെ തന്നെയാണ്. നമുക്ക് വേറെ കളറിലേക്ക് വേണമെങ്കിൽ മാറ്റി തരുന്നതാണ്, അല്ല പ്ലെയിൻ ആണ് അങ്ങനെ ചെയ്ത് തരുന്നതാണ്. അവിടെയും WPC പാനൽ കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ ആയിട്ട് ലൈറ്റ് വെക്കാനുണ്ട്, അതെല്ലാം ഫിറ്റ് ചെയ്ത് തരുന്നതാണ്. ഇനി ചെറിയൊരു ഫിനിഷിംഗ് വർക്ക് മാത്രമേ ഉള്ളത്. അപ്പോൾ ഇനി വരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിലേക്കാണ്. കിച്ചൻ്റെ ഓപ്പൺ കിച്ചനാണ്. ഇവിടെ ആയിട്ട് 3 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെർവിങ് കൗണ്ടർ നമ്മൾ നേരെ വരുന്നത് കിച്ചണിലേക്കാണ്. കിച്ചൺ നോക്കുകയാണെങ്കിലും WPC ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കബോർഡെല്ലാം WPC ആണ്. എല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കബോർഡ് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാം വൈറ്റ് തീമിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു മിഡ് ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. അല്ല മുകളിലോട്ടുണ്ട്. കൂടാതെ തന്നെ ഇവിടെ എല്ലാം ഈ കാണുന്ന ഈ ഭാഗങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് മിഡ് ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ഉപയോഗമുള്ള സ്ഥലമാണ് ഈ ഒരു ഭാഗം. ഇവിടെയാണ് ഹുഡ് ആൻഡ് ഹോബിൻ്റെ സ്ഥാനം വരുന്നത്. ഇവിടെ ഹുഡ് ആൻഡ് ഹോബ് ചെയ്ത് തരുന്നതാണ്. ഇതിവിടെ ആയിട്ട് സിങ്ക് കൊടുത്തിട്ടുണ്ട്. താഴെ അതുപോലെ തന്നെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ വർക്ക് ഏരിയയിലേക്ക് പോകാം. ഇവിടെ ആയിട്ട് ഇൻബിൽട്ട് ആയിട്ട് വർക്ക് ഏരിയ ഉണ്ട്. ഇതെല്ലാം ഇതിൻ്റെ കൂടെ രണ്ടാമത് ചെയ്തതല്ല. ഫുള്ളായിട്ട് ഒരു മിഡ് ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്ത്, ഇവിടെ മാത്രമല്ല ഈ ഭാഗത്തായിട്ട് മിഡ് ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം സ്ലാബ് കൊടുത്തിട്ടുണ്ട്. താഴെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പുറത്തായിട്ടും സെറ്റ് ബാക്കിനേക്കാളും കൂടുതൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂം വരുന്നുണ്ട്. ഈ ഒരു ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12-11 സൈസിൻ്റെ റൂമാണ്. ഒരു മുകളിലായിട്ടും ഒരു പ്രൊഫൈൽ ചാനലിനെ കൊണ്ട് സിമ്പിളായിട്ടുള്ള സീലിംഗ് കൊടുത്തിരിക്കുകയാണ്. അവിടെ ഈ സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വിൻഡോസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. AC-യുടെ പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് എവിടെയാണ് ഏത് ഭാഗത്താണോ വാർഡ്രോബ് ഫിറ്റ് ചെയ്യേണ്ടത് ആ ഭാഗത്തേക്ക് വാർഡ്രോബ് ചെയ്ത് തരുന്നതാണ്. ഇവിടെ മാത്രമല്ല എല്ലാ റൂമുകളിലും ഫിറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയുള്ള നോക്കാം. ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് ഉള്ള വലിയ വാഷ്റൂമാണ്. ഫിറ്റിങ്സ് എല്ലാം സൊമാനിയ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ വേറെ ടെക്സ്ചർ ടൈൽ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡൈവേർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. സെറ എന്ന ബ്രാൻഡാണ്. എല്ലാം നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി ക്ലോസറ്റും വാഷ് ബേസിനും എല്ലാം സൊമാനി എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മിറർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഈ രണ്ടാമത്തെ ബെഡ്റൂം നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുകൊടുത്ത അതേ സൈസുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. അതുപോലെ മുകളിലായിട്ട് നോക്കുവാണെങ്കിലും സിമ്പിളായിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. സർഫസ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഫുൾ പ്രൊഫൈൽ ചാനലാണ് കൊടുത്തിരിക്കുന്നത്. വോൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ വാഷ്റൂം അറ്റാച്ച്ഡാണ്. ഈ അറ്റാച്ച്ഡ് വാഷ്റൂം നോക്കുവാണെങ്കിലും ഇതിന് സ്പേസുള്ള ഒരു വാഷ്റൂം തന്നെയാണ്. ഇത് സൊമാനിയുടെയും അതുകൂടാതെ സെറയുടെയും ഫിറ്റിങ്സ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഡൈവേർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി 2 ബെഡ്റൂം വരുന്ന മുകളിലേക്കാണ്. അപ്പോൾ നമുക്ക് നേരെ അപ്സ്റ്റെയറിലേക്ക് പോകും. നമ്മൾ അപ്സ്റ്റെയറിലേക്ക് വരുന്ന ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് കബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റെപ്പിൻ്റെ അടിയിൽ വരുന്ന ഭാഗമാണ്. ഈ ഭാഗത്തായിട്ട് ഫുൾ ഇൻവെർട്ടർ വയ്ക്കാനും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, ഈ ഭാഗത്ത് മാത്രമല്ല ഇതിനകത്തായിട്ട് ഇവിടെയും 2 സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം GI ട്യൂബിൽ ഒരു വുഡിൻ്റെ ടെക്സ്ചർ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ സ്റ്റെപ്പ് ട്രെഡ് ഗ്രാനൈറ്റ് റൈസർ ടൈലാണ്. മുകളിലേക്കുള്ള കോളിംഗ് ബെല്ലും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ഭാഗത്തിൽ ഫുള്ളായിട്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നേരെ മുകളിലേക്ക് ആ പ്രൊഫൈൽ ചാനൽ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ മുകളിലായിട്ട് 3 പർഗോള കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സൺലൈറ്റ് കിട്ടുന്നതാണ്. ഇവിടെ എല്ലാം ഭിത്തിയിലായിട്ട് വോൾ ഹാങ് ലൈറ്റ് 2 ഭാഗത്തായിട്ടും വോൾ ഹാങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അപ്പർ ലോഞ്ചിലേക്ക് വരാം.
ഈ ഒരു അപ്പർ ലോഞ്ച് നോക്കുമ്പോൾ നല്ല സ്പേസുള്ള അപ്പർ ലോഞ്ചാണ്. ഇവിടെ ആയിട്ട് ടി വി കൊണ്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ അതിന് ലൈറ്റെല്ലാം ഫിറ്റ് ചെയ്തതാണ്. പിന്നെ മുകളിലായിട്ട് നോക്കുവാണെങ്കിൽ ആ ഒരു പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, വോൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല ഇങ്ങനെയും കറങ്ങി കിടക്കുന്നത്. ഇത്രയും വലിയ അപ്പർ ലോഞ്ചാണ്. ഇവിടെ ടി വി കൊണ്ടുള്ള അപ്പർ ലോഞ്ച് ഏരിയ, അതുപോലെ ഇവിടെ ആയിട്ട് അപ്പർ ലോഞ്ച് ഏരിയ, നമുക്ക് 2 അപ്പർ ലോഞ്ച് എന്ന് പറയാം, അങ്ങനെ കൊടുക്കുന്നത്. അതുപോലെ നടുക്കായിട്ട് ഫോയർ സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ബെഡ്റൂമുണ്ട്, താഴെ കണ്ടതുപോലെ തന്നെയാണ്. കൂടാതെ ഒരു ബാൽക്കണി ഉണ്ട്, പിന്നെ ഒരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു ബെഡ്റൂം താഴെ കണ്ടതുപോലെ തന്നെയാണ്, 12-13 സൈസ് വരുന്ന റൂമാണ്. അതുപോലെ മുകളിലും ആ ഒരു പ്രൊഫൈൽ ചാനലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് വോൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അവിടെ AC പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തോട്ട് 5 വിൻഡോസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് അറ്റാച്ച്ഡ് വാഷ്റൂമാണ്. ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് സൊമാനിയും സെറയും തന്നെയാണ്. ഇതും വലിയ വാഷ്റൂമാണ്. ഇവിടെയും ഡൈവേർട്ടർ കൊടുത്തിട്ടുണ്ട്, അതും സെറ എന്ന ബ്രാൻഡ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. എക്സോസ്റ്റ് ഫാനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇതാണ് ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിലും 12-11 സൈസ് റൂമാണ്. മുകളിലായിട്ട് പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിരിക്കുകയാണ്. കൂടാതെ ഇവിടെ ആയിട്ട് ലൈറ്റ് വയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ചെയ്തു തരുന്നതാണ്. ഇവിടെയും വോൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ആയിട്ട് ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, വിൻഡോസും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അറ്റാച്ച്ഡ് വാഷ്റൂമാണ്. ഒരു വാഷ്റൂം നോക്കുവാണെങ്കിലും ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് സൊമാനിയും സെറയും തന്നെയാണ്. ഇവിടെയും ഡൈവേർട്ടർ കൊടുത്തിട്ടുണ്ട്. ചില വീട്ടിലൊക്കെ താഴെ മാത്രമേ ഡൈവേർട്ടർ കൊടുക്കുകയുള്ളൂ, മുകളിലും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഡൈവേർട്ടറിൻ്റെ ബ്രാൻഡ് മാറാറുണ്ട്. ഇവിടെ അങ്ങനെയല്ല, എല്ലാം സെറ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്, നീറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആൻറ്റീസ് കിട്ടുന്ന ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാ റൂമുകളിലും ഇവിടെ നൈറ്റ് ലാമ്പ് അല്ലെങ്കിൽ ഫുഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബാൽക്കണി ഉണ്ട്. ഇവിടെ ആയിട്ടൊരു ഓപ്പൺ ടെറസ് ഏരിയ ഉണ്ട്. ഓപ്പൺ ടെറസ് ഏരിയ എല്ലാം ഇവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം പ്രൂഫ് കോട്ടും ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. ഇതൊരു വലിയ ബാൽക്കണിയാണ് നൽകിയിരിക്കുന്നത്. മുകളിലായിട്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ആയിട്ട് വോൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, സർഫസ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ വലിയൊരു ബാൽക്കണിയാണ്. അതായത് ഏകദേശം 13 അടിക്ക് മുകളിൽ നീളമുള്ള ഈ ഒരു ഭാഗത്തേക്ക് എൽ ഷേപ്പിൽ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു ബാൽക്കണിയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ല ഏകദേശം ഇതൊന്നൊരു 10-25 അടിയോളം ടോട്ടൽ നോക്കുകയാണെങ്കിൽ സ്പേസ് ഉള്ള ബാൽക്കണിയാണ്. ഇവിടെ ആയിട്ടും ഒരു പർഗോള പോലെ G2B ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുള്ളി കസ്റ്റമൈസേഷൻ ഓപ്ഷനുള്ള ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 85 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്.